ഹലോ, ഇന്നത്തെ വീഡിയോ DIY ജേർണലിംഗ് സപ്ലൈസിൻ്റെ പാർട്ട് 2 ആണ്. പാർട്ട് 1 ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ പോയി കണ്ടു നോക്കുക. ഇനി ഫൈനൽ പാർട്ട് കൂടി ഉണ്ട് കേട്ടോ. അത് ഞാൻ എന്തായാലും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും വൈകാതെ തന്നെ. അപ്പോൾ യൂസ്ഫുൾ ആയിട്ടുള്ള ജേർണലിംഗ് സപ്ലൈസ് ഒക്കെ DIY ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് പോകാം. ആദ്യം നമ്മൾ ഉണ്ടാക്കുന്നത് ജേർണലിംഗ് കാർഡ്സ് ആണ്. അപ്പോൾ ഇതിനെപ്പോലെ എത്ര കാർഡ്സ് ആണ് അത്രയും പേപ്പർ കീറിയെടുക്കുക. ഞാനിവിടെ ഡ്രോയിങ് പേപ്പറിൽ നിന്നായിട്ട് കീറിയിരിക്കണേ. ആദ്യത്തെ കാർഡിൽ ഞാൻ ഇതേപോലെ ലൈറ്റ് ബ്രൗൺ ബ്രഷ് പെൻ കൊണ്ട് ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇത്തിരി കൂടെ ഡാർക്ക് ബ്രൗൺ കൊണ്ട് ഇതേപോലെ റോസസ് ഫുള്ളും വരച്ച് കൊടുക്കുന്നുണ്ട്. ഇതേപോലത്തെ വേറെ ഐഡിയാസും പാറ്റേണൊക്കെ വേണമെങ്കിൽ പിൻട്രസ്റ്റിൽ പോയി സെർച്ച് ചെയ്ത് നമുക്ക് കുറേ ഐഡിയാസ് ഒക്കെ കിട്ടും കേട്ടോ. ഇതിൽ ഞാൻ സിമ്പിൾ ഐഡിയാസ് ആണ് ചെയ്തേക്കണേ. സെക്കൻഡ് ജേർണലിംഗ് കാർഡിൽ ഞാൻ ഇതേപോലെ വേറെ ഷെയ്ഡ് ഓഫ് ബ്രൗൺ ആട്ടോ യൂസ് ചെയ്യണേ. അത് ആദ്യം ഒന്ന് ഫുള്ളായിട്ട് ഷെയ്ഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനൊരു സൺഫ്ലവർ ആട്ടോ വരയ്ക്കാൻ ഉദ്ദേശിക്കണേ. അപ്പോൾ അതുകൊണ്ട് അക്രിലിക് പെയിൻറ്റ് കൊണ്ട് ഇതേപോലെ ആദ്യം ഒരു ബ്ലാക്ക് കൊടുത്തിട്ട് അതിൽ ഇത്തിരി കൂടെ ഒരു ബ്രൗൺ ഒക്കെ പോലെ ഞാൻ അതിൻ്റെ സെൻറ്റർ പാർട്ട് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പെറ്റൽസ് ഓരോന്നായിട്ട് വരയ്ക്കുന്നുണ്ട്. പിന്നെ ഇത്തിരി കൂടെ ഹൈലൈറ്റ് ആയിട്ട് തോന്നാൻ അതിൻ്റെ എല്ലാത്തിൻ്റെ ഔട്ട്ലൈൻ ആയിട്ട് ഓറഞ്ചും കൊടുക്കുന്നുണ്ട്. അങ്ങനെ ബാക്കിയുള്ള എല്ലാ കാർഡ്സും ചെയ്തെടുക്കുന്നുണ്ട്. ഒന്ന് ഇതേപോലെ റോസസ് ഒക്കെ, പിന്നെ ഒരു കോട്ട് എഴുതിയിട്ടുള്ളൊരു കാർഡുണ്ട്. പിന്നെ ഇതേപോലെ സിമ്പിൾ ഡിസൈൻസ് ഉള്ള റോസ് പെറ്റൽസ് തന്നെ വീണ്ടും ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ കാർഡ്സൊക്കെ അറ്റാച്ച് ചെയ്തിട്ട് ഒരു ബുക്ക് പോലെ ആക്കണുണ്ട് കേട്ടോ. ഇങ്ങനെ തന്നെ വെക്കാം, പക്ഷെ ഞാനിതൊരു ബുക്ക് പോലെ ആക്കണുണ്ട്. അതിനാദ്യം നമുക്ക് ഇതേപോലെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കാർഡ്സൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്തെടുക്കണം. പിന്നെ ഇതിൻ്റെ രണ്ട് സൈഡിലും ഞാൻ ക്ലിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്, പേപ്പർ ക്ലിപ്പ്. അതാകുമ്പോൾ നമ്മൾ ഗ്ലൂ ഒക്കെ ചെയ്യുമ്പോൾ മാറിപ്പോവില്ല. ക്ലിപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ഗ്ലൂ ആക്കാം. ഞാനിവിടെ ഫെവിക്കോള് ക്യാമലിനങ്ങാണ്ട് യൂസ് ചെയ്തേക്കണേ. ഇതിൻ്റെ ടോപ്പ് പോർഷനിലായിട്ട് ഞാൻ ഗ്ലൂ ആക്കണേ. ഇതേപോലെ ശ്രദ്ധിച്ചാക്കണം കേട്ടോ, വേറെ ഫ്രണ്ടിക്കൊന്നും ഇങ്ങനെ കടക്കാത്ത പോലെ ആ ഒരു ടോപ്പിൽ മാത്രം നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്താൽ മതി. ഇതിന് നമുക്ക് നന്നായിട്ട് ഡ്രൈ ആക്കാൻ വെക്കാം. അപ്പോൾ ഇത് ഫുള്ളും ഡ്രൈ ആയിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, നമ്മുടെ ഒരു ജേർണലിംഗ് കാർഡ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ അത് ബുക്കാകുമ്പോൾ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഇതേപോലെ ഓരോ കാർഡായിട്ട് നമുക്ക് എടുക്കാം. പിന്നെ നിങ്ങളുടെ ഐഡിയാസിനും വേറെ കുറേ കാർഡ്സൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ എല്ലാവരും പോയി ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബും കൂടെ ചെയ്തോളൂ. അടുത്തതായിട്ട് ഇനി ചെയ്യാൻ പോണത് പാറ്റേൺ പേപ്പേഴ്സ് ആണ്. അതിനാദ്യം നമുക്ക് ഇതേപോലെ വേണ്ടത്ര പേപ്പേഴ്സ് എടുക്കുക. ഫസ്റ്റത്തെ പാറ്റേൺ പേപ്പറിൽ ഞാനിവിടെ കൊടുക്കണത് ലൈറ്റ് ബ്രൗൺ ആട്ടോ. പക്ഷെ ഇത് അടിച്ച് ഫുള്ളും കഴിഞ്ഞ് വന്നപ്പോൾ ഒരു യെല്ലോയിഷ് കളർ പോലെ തോന്നി. അപ്പം ഞാൻ വേറൊരു ബ്രൗൺ ഇതേപോലെ അടിക്കുന്നുണ്ട്. അതുകൊണ്ട് ഡ്രൈ ആക്കാം കേട്ടോ. ഡ്രൈ ആയി കഴിഞ്ഞിട്ട് ഇതേപോലെ കയ്യിലിട്ടിട്ട് ഇങ്ങനെ ചുളിക്കുക. ആ പേപ്പർ ഫുള്ളും ഇത്തിരി നന്നായിട്ട് ചുളിക്കുക. കുറേ ചുളിച്ച് കീറരുത്, ആവശ്യത്തിന് ചുളിച്ചാൽ മതി. ചുളിച്ച് കഴിഞ്ഞിട്ട് ഇതേപോലെ നിവർത്തിയെടുക്കുമ്പോൾ ഫസ്റ്റത്തെ നമ്മുടെ പാറ്റേൺ പേപ്പർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വിൻറ്റേജ് ജേർണലിനൊക്കെ അടിപൊളിയാവും. ഇതാണ് ഫൈനൽ ലുക്ക്. ഇനി നമുക്ക് അടുത്ത പാറ്റേൺ പേപ്പർ ഉണ്ടാക്കാം. അതിന് ഞാൻ ഡാർക്ക് ബ്രൗൺ ആയിട്ട് യൂസ് ചെയ്യണേ. ഇത്തിരി കൂടി ഒരു ഡാർക്ക് ബ്രൗൺ ആണ്. അത് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്തിട്ട് നമുക്കത് ഡ്രൈ ആക്കി എടുക്കാം. ഡ്രൈ ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈറ്റ് ബ്രൗൺ കൊണ്ട് ഇതേപോലത്തെ പാറ്റേൺ വരച്ച് കൊടുക്കുക. ഇതേപോലെ ഫുള്ളും വരച്ച് കൊടുത്തിട്ട് നമുക്കിത് ഡ്രൈ ആക്കി എടുക്കാം. ഡ്രൈ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലും ഇതേ പാറ്റേൺ പോലെ തന്നെ ഫുള്ളും വരച്ച് കൊടുക്കുക. അങ്ങനെ ഇതും ഫുള്ളായിട്ട് വരച്ച് കഴിഞ്ഞിട്ട് ഡ്രൈ ആയിട്ട് എടുക്കുമ്പോൾ നമ്മുടെ സെക്കൻഡ് പാറ്റേൺ പേപ്പർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതും നല്ല രസത്തിൽ തന്നെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തേർഡ് പാറ്റേൺ പേപ്പർ ചെയ്യാം. അതിന് ഇതേപോലെ ഇത്തിരി കൂടെ ലൈറ്റ് ബ്രൗൺ ആയിട്ട് യൂസ് ചെയ്യേണ്ടത്. ഇത് ഫുള്ളായിട്ട് അടിച്ചു കൊടുക്കുക. പിന്നെ ഇതേപോലെ ഡാർക്ക് ബ്രൗൺ കൊണ്ട് ഹാർട്ട്സ് ഫുള്ളും വരച്ച് കൊടുക്കുക. ഹാർട്ട് പാറ്റേൺ ആണ് ഈ ഒരു പാറ്റേൺ പേപ്പറിൽ ഞാൻ ചെയ്യുന്നത്. ഇതൊക്കെ സിമ്പിൾ പാറ്റേൺ ആണ്, എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തൊക്കെ നോക്കിക്കോളൂ. പിന്നെ ഹാർട്ട്സ് ഞാൻ ഫുള്ളും വരച്ച് കൊടുത്തപ്പോൾ എനിക്ക് ഇത്തിരി ബ്ലാങ്ക് ആയിട്ട് തോന്നി. അപ്പോൾ സെയിം ആ ഒരു ഡാർക്ക് ബ്രൗൺ കൊണ്ട് തന്നെ ഞാനിതേപോലെ ഡോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ ആ പാറ്റേൺ പേപ്പറും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അടുത്ത പാറ്റേൺ പേപ്പർ ചെയ്യാനായിട്ട് ഇതേപോലെ ഡാർക്ക് ബ്രൗൺ ഫുള്ളായിട്ട് അടിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അത് ഡ്രൈ ആയി കഴിയുമ്പോൾ വൈറ്റ് അക്രിലിക് പെയിൻറ്റ് കൊണ്ട് ഡോട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഫുള്ളായിട്ടും ഡോട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഫോർത്ത് പാറ്റേൺ പേപ്പറും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ കൂടെ വിൻറ്റേജ് അല്ലാണ്ട് ഒരു കളർഫുൾ ആയിട്ടുള്ളൊരു ജേർണലിങ്ങിനൊക്കെ ചെയ്യാൻ പറ്റിയതാണ്. അതിന് ഇതേപോലെ റോസ് കൊണ്ട് ഈ ഒരു പാറ്റേൺ ഫുള്ളും വരച്ച് കൊടുക്കാം. ഒരു കളർ കൊണ്ട് ഇതേപോലെ ചെയ്യുമ്പോൾ അത് ഫുള്ളായിട്ടും ഡ്രൈ ആയിട്ട് വേണ്ടിയിട്ട് അടുത്ത കളർ യൂസ് ചെയ്യാൻ, അല്ലെങ്കിൽ അത് തമ്മിൽ മിക്സ് ആവും. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതേപോലെ റെഡ് കളർ കൊണ്ട് ഫുള്ളും ഹാർട്ട്സ് വരച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആ പാറ്റേൺ പേപ്പറും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പാറ്റേൺ പേപ്പറിന് ഇതേപോലെ ഒരു യെല്ലോ കളർ ഫുള്ള് അടിച്ച് കൊടുക്കാം. അതിൻ്റെ മുകളിൽ ഇതേപോലെ വൈറ്റ് കളർ കൊണ്ട് ഫ്ലവേഴ്സ് വരച്ച് കൊടുക്കുന്നുണ്ട്. ഇതേപോലെ കുട്ടി കുട്ടി ഫ്ലവേഴ്സ് ഫുള്ളായിട്ടും തന്നെ വരച്ച് കൊടുക്കാം. ഇത് കണ്ടില്ലേ, വീഡിയോയ്ക്ക് ഞാനിതിങ്ങനെ എടുത്തേക്ക് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതേപോലത്തെ ഫ്ലവേഴ്സ് ഫുള്ളായിട്ടും വരച്ച് കൊടുത്തിട്ട് എല്ലാത്തിൻ്റെയും സെൻറ്ററിലായിട്ട് ഞാൻ ഇതേപോലെ റെഡ് കളർ കൊണ്ട് ഡോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പാറ്റേൺ പേപ്പേഴ്സ് ഫുള്ളും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഫുള്ളും സിമ്പിൾ ഡിസൈൻസ് ആണ്. അപ്പം ഇനി നമുക്ക് അടുത്തേക്ക് പോവാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതാണ് പേപ്പർ ഡോയിലീസ്. ഇപ്പോൾ ചെയ്ത എല്ലാ ജേർണലിംഗ് സപ്ലൈസിനും വെച്ച് ഏറ്റവും സിമ്പിളായിട്ട് തോന്നിയത് എനിക്ക് ഇതാണ് കേട്ടോ. ഞാൻ പേപ്പർ ഡോയിൽ ഉണ്ടാക്കാനായിട്ട് നോട്ട്ബുക്കിൻ്റെ പേപ്പർ ആയിട്ട് എടുത്തേക്കണേ. അത് ഇതേപോലെ സർക്കിളിൽ കട്ട് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കുക. വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ശ്രദ്ധിച്ച് ചെയ്യണേ. അതിൻ്റെ മുകളിൽ ഇതേപോലത്തെ ഒരു പാറ്റേൺ ഒന്ന് വരയ്ക്കിയത് പെറ്റൽസിൻ്റെ ഷേപ്പ് കിട്ടാനാണ്. പിന്നെ അത് സിസേഴ്സ് യൂസ് ചെയ്ത് കട്ട് ചെയ്തെടുക്കുമ്പോൾ അത് ഇതേപോലെ ആവും. ഇനി നമുക്ക് അതിൻ്റെ ഈ ഒരു ഭാഗത്ത് ഇതേപോലെ മുകളിൽ നിന്നും താഴത്തുനിന്നായിട്ട് രണ്ട് വെട്ട് കൊടുക്കണം കേട്ടോ.
ഇതേപോലെ ഒരെണ്ണം ഇങ്ങനെ ചെയ്യുക. ഇതേപോലെ തന്നെ സെയിം രീതിയിൽ തന്നെ താഴ്ത്തും മുകളിൽ നിന്നും താഴെ നിന്നായിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇതേപോലത്തെ കട്ട് ചെയ്യുന്ന രീതിയിലൊക്കെ വ്യത്യാസം വരുത്തുമ്പോൾ കേട്ടോ വേറെ വേറെ പേപ്പർ ഡോയിലീസ് ഒക്കെ ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ ഇതേപോലെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഇതേപോലെ വീണ്ടും മുകളിൽ നിന്നും താഴ്ത്തുന്നതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ പറയുമ്പോൾ മനസ്സിലായില്ലെങ്കിലും വീഡിയോയിൽ ശ്രദ്ധിച്ച് നോക്കുമ്പോൾ എന്തായാലും നന്നായിട്ട് തന്നെ മനസ്സിലാവും. അപ്പോൾ ഇതിന് നമുക്ക് ശ്രദ്ധിച്ച് അൺഫോൾഡ് ചെയ്തെടുക്കാം. പെട്ടെന്നൊന്നും അൺഫോൾഡ് ചെയ്യാൻ നോക്കരുത് കേട്ടോ. പെട്ടെന്ന് അങ്ങനെ ചെയ്യുമ്പോൾ കീറിപ്പോവും. പിന്നെ ഇത് ഞാൻ സ്പീഡിലാട്ടിട്ടേക്കണേ വീഡിയോ, അതുകൊണ്ടാണ് പെട്ടെന്ന് ഇങ്ങനെ അൺഫോൾഡ് ചെയ്യണമെന്ന് തോന്നണേ. അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ പേപ്പർ ഡോയിലി ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. കണ്ടില്ലേ, ഇങ്ങനെ കട്ട് ചെയ്യുന്നതൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് അടിപൊളി പേപ്പർ ഡോയിലീസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ സെക്കൻഡ് പേപ്പർ ഡോയിലിക്ക് നമുക്ക് ഇതേപോലെ തന്നെ ഫോൾഡ് ചെയ്തെടുക്കാം. ഫസ്റ്റ് ചെയ്ത മെത്തേഡ് തന്നെയാണ്. പിന്നെ ഫസ്റ്റ് നമ്മൾ ഫോൾഡ് ചെയ്തതിനേക്കാളും ഒരു ഫോൾഡ് കൂട്ടി ചെയ്യണം കേട്ടോ. പിന്നെ സാധാ പോലെ തന്നെ പെറ്റൽസിൻ്റെ ഷേപ്പൊക്കെ വരയ്ക്കുന്നുണ്ട്. പിന്നെ ഇതേപോലെ മുകളിൽ നിന്നും താഴ്ത്തുന്നതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ ആദ്യം ഒരു ഫോൾഡ് ഇങ്ങനെ കൂട്ടി ചെയ്യാൻ മറന്നു. അതുകൊണ്ട് ഞാനിങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും ഇതേപോലെ ഫോൾഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോഴാവും ശരിയാവുക. ഇങ്ങനെ ചെയ്താലും കറക്റ്റ് തന്നെയാവും. പക്ഷെ എന്നാലും നിങ്ങൾ ചെയ്യുമ്പോൾ അപ്പോഴേ ഒരു ഫോൾഡ് ഇങ്ങനെ കൂട്ടി ചെയ്യുക. അതാവുമ്പോൾ ഇതേപോലെ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യം വരില്ല. ഞാനിപ്പോൾ അങ്ങനെ ഒരു ഫോൾഡ് കൂട്ടി ചെയ്യാൻ മറന്നുകൊണ്ട് വീണ്ടും അത് ഫോൾഡ് ചെയ്തിട്ട് ഇതേപോലെ തന്നെ കട്ട് ചെയ്യുന്നുണ്ട്. മുകളിൽ നിന്നും താഴെ നിന്നും ഇങ്ങനെ ആദ്യം ഒരു എണ്ണം കട്ട് ചെയ്യുക, പിന്നെ അതിൻ്റെ താഴത്തും അതേപോലെ തന്നെ വീണ്ടും കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇതിൽ ടോട്ടൽ 3 പേപ്പർ ഡോയിലീസിൻ്റെ ഡിസൈൻസ് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അതൊക്കെ സിമ്പിൾ തന്നെയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തൊക്കെ നോക്കിക്കോളൂ. ഇപ്പോൾ അങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ സെൻറ്ററിലായിട്ട് ഇതേപോലെ ഒരു കട്ടും കൂടെ ചെയ്തിട്ടുണ്ട്. ഇത് ഫസ്റ്റിന് ഡിഫറെൻ്റ് ആക്കണത് ഒരു ഫോൾഡ് കൂട്ടിയോണ്ട് കേട്ടോ ഡിഫറെൻ്റ് ആയിട്ട് തന്നെ തോന്നുന്നത്. ഇതിന് നമുക്ക് ശ്രദ്ധിച്ച് തന്നെ അൺഫോൾഡ് ചെയ്തെടുക്കുക. ഇതിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇത്തിരി കൂടെ ഒക്കെ സെൻറ്ററിലുള്ള ഹോൾസിൻ്റെ ഇതുണ്ടല്ലോ അത് കൂടും. ഒരു ഫോൾഡ് കൂട്ടിയോണ്ട് അതും കൂടും. എനിക്ക് ഇതാട്ടോ ഇഷ്ടമായിട്ടുള്ളത്. ഫസ്റ്റിനെ വെച്ച് നോക്കുമ്പോൾ എനിക്കിത് നന്നായിട്ട് ഇഷ്ടമായി. കാരണം ഒരു ഫ്ലവേഴ്സൊക്കെ പോലെ ഉണ്ട് ഉള്ളിലത്തെ ആ ഒരു ഹോൾസ്. പിന്നെ വേറൊരു പേപ്പർ ടോയിലി ഉണ്ടാക്കാനായിട്ട് ഞാൻ പെറ്റൽസിൻ്റെ പാറ്റേൺ മാറ്റിയിട്ടുണ്ട്. അതാട്ടോ അതിലൊരു ഡിഫറെൻറ്റ് വരണേ. ബാക്കി മെത്തേഡൊക്കെ സെയിം തന്നെയാണ്. ഇതേപോലെ മുകളിലും താഴെയായിട്ട് ഇങ്ങനെ മുകളിൽ നിന്നും താഴ്ത്തുന്നതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് നമുക്ക് കട്ട് ചെയ്യണം. പിന്നെ ഇതിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് 2 സൈഡിൽ കട്ട് ചെയ്യണ്ട കേട്ടോ. കഴിഞ്ഞാലൊക്കെ ഓപ്പോസിറ്റ് ഇങ്ങനെ ആ ഒരു സെൻറ്റർ പോർഷനിൽ മാത്രമാണ് കട്ട് ചെയ്യണേ. ഇത് അതിൻ്റെ താഴെയായിട്ട് വേറൊരു കട്ടും കൂടെ കൊടുക്കുന്നുണ്ട്. അത് വേറെ പാറ്റേൺ ആയിട്ട് മാറുമല്ലോ. അപ്പോൾ അങ്ങനെ അതും ശ്രദ്ധിച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് അൺഫോൾഡ് ചെയ്യാവുന്നതാണ്. പിന്നെ കട്ട് ചെയ്യുമ്പോൾ ഞാനിത് ഇത്തിരി ക്യാമറയിൽ ശ്രദ്ധിക്കാണ്ട് ഇങ്ങനെ മുകളിലേക്ക് പോയിട്ടുണ്ട്. അതുകൊണ്ട് ക്യാമറയിൽ അത്ര വിസിബിൾ അല്ല. പക്ഷെ അതൊന്നുമില്ല, അടിയിൽ അതേപോലെ തന്നെ ഇങ്ങനെ കട്ട് ചെയ്താൽ മതി. പിന്നെ ഇത് നമുക്കിനി ശ്രദ്ധിച്ചാൽ അൺഫോൾഡ് ചെയ്യാം. ഇങ്ങനെ ഇതേപോലെ തന്നെ വേറെ വേറെ പാറ്റേൺസൊക്കെ നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. ഇതിപ്പോൾ പെറ്റൽസിൻ്റെ ഷേപ്പും ഫോൾഡിങ്ങും ഇങ്ങനെ സെൻറ്ററിൽ ഇങ്ങനെ കട്ട് ചെയ്യുന്നതൊക്കെ മാറ്റിയിട്ടുണ്ടെങ്കിൽ വേറെ വേറെ നല്ല നല്ല ഡിസൈൻസൊക്കെ കിട്ടും. അപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്തൊന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു പേപ്പർ ഡോയിലിയും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ ഞാൻ മൊത്തത്തിൽ 4 എണ്ണം ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പാർട്ട് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ അടുത്ത പാർട്ടിൽ വേറെ കുറച്ച് സപ്ലൈസും പിന്നെ എല്ലാ സപ്ലൈസും വെച്ചിട്ടുള്ള ജേർണലിങ് കൂടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അതും കാണാം. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.